ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഞങ്ങളുടെ ബാഹുബലി പ്രമാണിച്ചുള്ള സദ്യയുടെ ഒരു ചെറിയ വീഡിയോയാണ് ഇടുന്നത്. ഇന്ന് ഞാൻ വേറെ വാചക വീഡിയോകളൊന്നുമില്ല. ബാഹുബലി സദ്യ കഴിക്കുന്ന ഒരു വീഡിയോയാണ്. ബാഹുബലി സദ്യയ്ക്ക് വേണ്ടി ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, അവിയൽ, തോരൻ, സാമ്പാർ, പരിപ്പ്, പപ്പടം, അടപ്രഥമൻ ഇതെല്ലാം ഉണ്ടാക്കി. പക്ഷെ ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. കുറച്ച് നമുക്ക് അന്ന് ഇത് ഞാൻ ഒരിക്കൽ ഊണിൻ്റെ അന്നുള്ള വീഡിയോയാണ്. ഒരിക്കൽ എല്ലാ നാട്ടിലും എങ്ങനെയാണെന്നുള്ളത് ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെല്ലാവരും ഒരിക്കൽ സദ്യയാണ് ഉണ്ടാക്കുന്നത്. അതായത് ബാഹുബലിയുടെ തലേ ദിവസം ഞങ്ങൾ സദ്യ കഴിക്കും. അന്ന് ഒരു നേരം മാത്രമേ നെല്ലരി ആഹാരം കഴിക്കാറുള്ളൂ. അങ്ങനെ ആണ് സദ്യ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചത് കേട്ടോ. ദേ ഒരാൾ ഇനിയിപ്പോൾ ഉണ്ട് കേട്ടോ, ഒരു ബഹളം. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി വെളിയിടുന്നതാണ്. എന്നെ മാറോട് ചേർത്ത് നിർത്തി എന്നെ വളർത്തി വലുതാക്കി എന്നെ സ്നേഹിച്ച് എന്നെ ഈ ഭൂമിയിൽ അന്നും ഇന്നും എന്നും സ്നേഹിച്ച ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്നെ ഒരുപാട് നെഞ്ചോട് ചേർക്കുകയും ചെയ്ത ഒരാളാണ് എൻ്റെ അച്ഛനാണ്. ഒരിക്കലും ഞാൻ മരിക്കുവോളം എൻ്റെ അച്ഛനെ ഞാൻ മറക്കൂല. അത്രയ്ക്ക് എനിക്ക് എൻ്റെ അച്ഛനോട് സ്നേഹമാണ്. ഈ ഭൂമിയിൽ എനിക്ക് ആരും ഒരു സ്നേഹവും തന്നിട്ടില്ല. എൻ്റെ അച്ഛനാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിലെനിക്ക് ഭയങ്കര അഭിമാനമാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ചോതി എന്ന് പറയുന്ന ഒരു ബിജു ചോതി എന്ന് പറയുന്ന അവൻ എനിക്ക് കഴിഞ്ഞ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ മാറോട് ചേർക്കുന്നവരെ മാത്രമേ മാറോട് ചേർത്ത് നിർത്താൻ പറ്റുള്ളൂ ഇല്ലേ. എൻ്റെ അച്ഛൻ എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വരെയും അതിനുശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പം നിന്ന് എന്നെ താങ്ങിയും തലോടിയും നിർത്തി എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. എപ്പോഴും അച്ഛനുണ്ടായിരുന്ന എനിക്ക് എപ്പോഴും ഒരു താങ്ങായിരുന്നു എന്നുള്ള ഒരു തോന്നൽ. അതെനിക്ക് ഇത്രയും എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 20 വർഷമായെങ്കിൽ എനിക്കിന്നും ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിൽ നിന്നും മാറിയിട്ടില്ല കേട്ടോ. എന്നെ അത്രയ്ക്ക് എന്നോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം അച്ഛനുണ്ടായിരുന്നു. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവുമായിരുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ പ്രതിസന്ധികളിലെല്ലാം അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് എന്നോട് സ്നേഹം. വേറെ ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചതിന് ശേഷമോ ഇപ്പോഴോ മുമ്പോ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അച്ഛൻ മാത്രമാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത്. ഇന്നും എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നും ജീവിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. നമുക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കാറില്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹിച്ചിട്ട് എനിക്ക് വേണ്ടി ജീവിച്ച ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അച്ഛൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തോ എനിക്ക് അച്ഛനോട് ഭയങ്കര സ്നേഹമാണ്, അത്രേ പറയാമോ. എൻ്റെ അമ്മയ്ക്ക് അസൂയുണ്ട്. ഞാൻ എപ്പോഴും അച്ഛൻ്റെ കാര്യം പറയും. അച്ഛൻ്റെ കൂടെ സ്നേഹമുള്ളൂ, അച്ഛനെ കാണാവൂ, അച്ഛനോ മോളോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അതെന്തോ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ എല്ലാം. അന്നും ഇന്നും മരിച്ചെങ്കിലും എൻ്റെ അച്ഛൻ തന്നെയാണ് എനിക്കെല്ലാം. അമ്മയ്ക്ക് ഭയങ്കര കുശുമ്പ്. അമ്മ ആര് ചോദിച്ചാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറയും. എൻ്റെ ആളിൻ്റെ മോളാണേ എന്നേ പറയുള്ളൂ, അമ്മയുടെ പേര് പറയില്ല. അങ്ങനെയൊന്നുമില്ല, അമ്മയോട് സ്നേഹക്കേടൊന്നുമില്ല. എങ്കിലും അമ്മയെക്കാളും എനിക്ക് അച്ഛനോട് സ്നേഹം. അച്ഛനും അങ്ങനെ തന്നെയാണ്, എൻ്റെ കൂടെയാണ് സ്നേഹം. അപ്പോൾ പിന്നെ അത് സാധാരണ ലോകം അങ്ങനെ തന്നെയാണ്, പെൺമക്കളോടാണ് സ്നേഹം. പിന്നെ നമുക്ക് പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. അതെല്ലാം അച്ഛനാണ് കൂടെ നിന്ന് താങ്ങി തലോടി തടുത്ത് നമ്മളെ കൊണ്ടുപോയി. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, ഇന്നും കൂടെ ഉണ്ടെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്, അച്ഛൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് കണ്ടല്ല, ഒരുത്തൻ കഴിച്ച് ഇവിടെ എല്ലാം വലിച്ചെറിഞ്ഞ് ഒരു ബഹളം. ഇനി എന്തിനാണെന്ന് അറിയുമ്പോൾ ഞങ്ങൾ കൊണ്ടുവച്ചിങ്ങനെ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം അവന് കളയണം. അതിലേക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി ചോറും കറികളൊക്കെ തട്ടണം. ഞാൻ ചോറൊക്കെ കഴിച്ചു കളയാൻ പോകണം. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്, ടാറ്റാ.